വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവ വറുത്തരച്ചതാണ്. കണവ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് കണവ വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. ഒരു 5 വിസിലെങ്കിലും കേൾക്കണം. അപ്പോൾ കണവ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. സവാള ഏകദേശം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയുടെ ഷേപ്പ് കൊണ്ട് നിങ്ങൾ അന്തവിടെയൊന്നും വേണ്ട, ഇത് ഇവിടുത്തെ ഒരു മുയൽക്കുട്ടി കടിച്ചതാണ്. തക്കാളി ഞാനെടുത്ത് വെച്ചപ്പോഴത്തേക്ക് അവളത് എടുത്തുകൊണ്ട് പോയി. മുയൽക്കുട്ടി എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, എൻ്റെ മോളെ തന്നെയാണ്. പിന്നെ ഈ തക്കാളി കളയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ അതെടുത്ത് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. അതും ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ വീട്ടിലത്തേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, അവൾ കടിച്ചതായിരുന്നാലും. പിന്നെ തൊട്ടടുത്ത അടുപ്പിലായിട്ട് കുറച്ച് തേങ്ങ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുക്കുമ്പോഴത്തേക്ക് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഒരുപാട് തേങ്ങ എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറി മസാല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അരച്ചപ്പോൾ നല്ലതുപോലെ അരഞ്ഞ, അതാണ് ആ കളറ്. ഇത്രയും അരയണ്ട, കുറച്ചുകൂടെ തരിതരിപ്പുണ്ടായിരുന്നാൽ അത്രയും ടേസ്റ്റ് ആവും. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക. അവസാനമായി കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവ വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.